ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻസിന്റെ റിവ്യൂസ് ഒന്ന് പറയാന്ന് വെച്ചിട്ടാണ്. ഞാൻ ഏകദേശം ഒരു 10 ഇയേഴ്സോളായി ഞാൻ സൺസ്ക്രീൻസ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് പറ്റിയതും പറ്റാത്തതായിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം എൻ്റെ ബേസിക് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ബേസിക് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി, ആക്നി പ്രോൺ, സെൻസിറ്റീവ് സ്കിൻ ആണ്. അപ്പം ഈ സ്കിൻ ടൈപ്പിന് പറ്റിയതും പറ്റാത്തതായിട്ടുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ എന്നാൽ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത സൺസ്ക്രീൻ ആണ് സ്പെക്ട്ര ബാൻഡ് 30 SPF വരുന്നൊരു സൺസ്ക്രീൻ. അപ്പോൾ അത് യൂസ് ചെയ്യാനുണ്ടായ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഫേസിന് കുറച്ച് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് അലർജി എന്നല്ല പറയുന്നത്, അത് വേറെ തന്നെ ഒരു സ്കിൻ കണ്ടീഷൻ ആയിരുന്നു, ഫേസ് ഒക്കെ റെഡ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ 18 വയസ്സിലായിരുന്നു എനിക്ക് ആ ഒരു കണ്ടീഷൻ സ്റ്റാർട്ട് ആയത്. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നൊരു സൺസ്ക്രീൻ ആയിരുന്നു ഈ സ്പെക്ട്ര ബാൻഡ് 30 SPF എന്നുള്ളൊരു സൺസ്ക്രീൻ. ഞാൻ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ എവിടെയും അവൈലബിൾ അല്ല. ഞാനിത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുണ്ടായ കാരണം ഇതിന്റെ അവൈലബിലിറ്റി ഇഷ്യൂ കൊണ്ടാണ്. പിന്നെ ഇതിന്റെ SPF വരുന്നത് 30 ആണ്. പക്ഷെ 30 എന്ന് വെച്ചിട്ട് കുറച്ചേ പ്രൊട്ടക്ഷൻ കിട്ടും അങ്ങനെയൊന്നും അല്ല, നല്ല രീതിക്ക് പ്രൊട്ടക്ഷനും കിട്ടും. പിന്നെ എനിക്ക് ഒരുപാട് SPF ഉള്ളത് ആ സമയത്ത് എൻ്റെ സ്കിന്നിന് പറ്റില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിന്റെ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ്. പിന്നെ ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ ആ സമയത്ത് അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റണമെന്നില്ല, സെൻസിറ്റീവിന് മാത്രമേ ഇത് പറ്റൂ. വേറുള്ള സ്കിൻ ടൈപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർക്കൊന്നും ഒട്ടും നല്ലൊരു പെർഫോമൻസ് കൊടുക്കാത്തൊരു സൺസ്ക്രീൻ ആണ്. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റിയും ഇതിപ്പം എവിടെയും കിട്ടാനില്ല ആക്ച്വലി. അതിനുശേഷം ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ ആണ് ലോട്ടസിന്റെ 3 in 1 മാറ്റ് ലുക്ക് ഡെയിലി സൺസ്ക്രീൻ. അപ്പൊ എനിക്ക് തോന്നി ഇത് ഓൾമോസ്റ്റ് അധികം അറിയുന്നതായിരിക്കും. ആ സമയത്തൊക്കെ ഇത് വളരെ ട്രെൻഡിങ് ആയി പോയ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും 2-3 ദിവസം യൂസ് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അത്ര കണ്ടു എനിക്കത് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഫിനിഷ് ആയിരുന്നു, എന്റെ സിസ്റ്റർക്കൊക്കെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ പറയുന്ന പോലെ തന്നെയാണ്, നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ്, ഓയിൽ ഫ്രീ ആക്കും. നമ്മുടെ ഫേസ് ഓയിലി ആണെങ്കിലും അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ്, കുറെ നേരത്തേക്ക് ലോങ് ലാസ്റ്റും ചെയ്യും, നല്ല പ്രൊട്ടക്ഷനും തരും. പക്ഷെ ആകെയുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് നമ്മുടെ ഫേസിന്, അതായത് ഇങ്ങനെ ആക്നി പ്രോൺ ആയിട്ടുള്ള ഫേസിന് കുറച്ച് ആക്നീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലെയർ ഓൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കോമ്പാക്ട് എന്തെങ്കിലും ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് ഫേസ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഇഷ്യൂ എനിക്ക് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷെ എൻ്റെ സിസ്റ്റർക്ക് ഓക്കെ ആയിരുന്നു, അവളുടേത് ഓയിലി സ്കിന്നാണ് പക്ഷെ ആക്നി പ്രോൺ അല്ലായിരുന്നു, അതുകൊണ്ട് അവൾക്ക് സെറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ ആണ് റീകലിന്റെ ഒരു സൺസ്ക്രീൻ. അതിന്റെ വേരിയേഷൻ വരുന്നത് ഓക്സി ബെൻസോയിൻ ആൻഡ് OMC ഫ്രീ സൺസ്ക്രീൻ ആണ്. ഇത് മെയിൻലി ഫോർ ആക്നി പ്രോൺ സ്കിൻ, ഓയിലി സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇതിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. ഞാൻ ഇത് യൂസ് ചെയ്തത്, ഞാൻ ആദ്യം പറഞ്ഞൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നല്ലോ സ്പെക്ട്ര ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ ആ സൺസ്ക്രീൻ എവിടെ കിട്ടാണ്ടായപ്പോൾ ഞാൻ ആമസോണിൽ പരതി കിട്ടിയതായിരുന്നു. പക്ഷെ നല്ല സൺസ്ക്രീൻ ആയിരുന്നു. ആകെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്ലെയിംസിൽ പറഞ്ഞ പോലെ ആ ഒരു സൺസ്ക്രീൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ക്ലെയിം എന്ന് പറയുന്നത് തന്നെ നോ വൈറ്റ് കാസ്റ്റ് ആണ്. പിന്നെ പ്രിവെന്റ് ആക്നി ബ്രേക്ക് ഔട്ട്സ്, അത് ശരിയാണ്, ആക്നി ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാം ചെയ്ത് തരുന്നുണ്ട്. പിന്നെ കാംസ് ഇറിറ്റേറ്റഡ് സ്കിൻ, അതും ശരിയാണ്, ഇറിറ്റേറ്റഡ് സ്കിൻ ആണ് എൻ്റെത്. അത് യൂസ് ചെയ്തിട്ട് ഇറിറ്റേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ നോ വൈറ്റ് കാസ്റ്റ്, പക്ഷെ അത് ഒട്ടും തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ ഇട്ട ഉടനെ നമുക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, എത്ര ബ്ലെൻഡ് ചെയ്താലും ആ വൈറ്റ് കാസ്റ്റ് പോവില്ല. നമ്മൾ ഒന്ന് സ്വെറ്റ് ചെയ്താൽ മതി, അതുപോലെ നമ്മളൊരു വെള്ള ഭൂതം പോലെ കാണും. ഇനി പറയാൻ പോകുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇതാണ് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൺസ്ക്രീൻ ഇതാണ്, പ്ലമ്മിന്റെ ഗ്രീൻ ടീ സൺസ്ക്രീൻ. SPF വരുന്നത് 35 ആണ്, PA+++ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഫിനിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ടാൽ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കിട്ടുക. പിന്നെ 35 ഉള്ളൂ SPF എന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട പ്രൊട്ടക്ഷൻ ഒന്നും അത്ര കിട്ടില്ല എന്ന്, അങ്ങനെയല്ല, നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ എൻ്റെ സ്കിന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്, എന്നാൽ പോലും ഇത് നല്ല രീതിക്കാണ് വർക്ക് ആയത്. പിന്നെ ഇത് ആക്നി പ്രോൺ സ്കിന്നിന് മാത്രമേ യൂസ് ചെയ്തോളൂ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്കിൻ ടൈമിലും ആക്ച്വലി ഇത് യൂസ് ചെയ്യാം. ബിക്കോസ് എൻ്റെ അമ്മക്കും അനീതിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിക്കോസ് അവരതൊക്കെ ഡ്രൈ സ്കിൻ ആണ്. പിന്നെ എൻ്റെ അനീത്തിൻ്റെത് ഓയിലി സ്കിൻ ആണ്, പക്ഷെ അവർക്കൊക്കെ നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഏകദേശം ഒരു 500 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത് ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ആയിട്ട് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നല്ലോ റീകൽ, അത് എല്ലാ രീതിക്കും നല്ലതായിരുന്നു, പക്ഷെ വൈറ്റ് കാസ്റ്റ് ആയിരുന്നു എന്റെ മെയിൻ ഇഷ്യൂ ഉണ്ടായത്. പക്ഷെ അത് ഇതിൽ നിന്ന് എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്, ബിക്കോസ് ഇതിന് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല, അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫിനിഷും കിട്ടും, നല്ലൊരു ഫീലാണ്. നമുക്ക് ഇട്ട ഉടനെ ഈ വേർക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ സൺസ്ക്രീൻ ഒക്കെ ഇട്ടാൽ, ആ ഒരു പ്രശ്നം എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല.
പ്ലമ്മിന് ശേഷം ഞാൻ പിന്നെ വാങ്ങിച്ചതും പ്ലം തന്നെയായിരുന്നു. ഇതിന്റെ വേറൊരു വേരിയേഷനിൽ വരുന്നതായിരുന്നു റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് 2% ഹൈബ്രിഡ് സൺസ്ക്രീൻ. അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കാനുണ്ടായ മെയിൻ റീസൺ ആദ്യം വാങ്ങിച്ച പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ടായിരുന്നു ഞാനിത് വാങ്ങിയത്. പക്ഷേ എനിക്കിത് അത്ര കണ്ടും വർക്കായില്ല, എൻ്റെ ഫേസിന് വർക്കായില്ല എന്ന് പറയുന്നതായിരുന്നു സത്യം. ബാക്കി ബോഡി പാർട്ടിനൊക്കെ ആയിരുന്നു, ബിക്കോസ് കഴുത്തിനൊക്കെയാണ്, ചെവിക്കൊക്കെയാണ്, കൈക്കൊക്കെയാണ്, അതിനൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ഫേസിൽ എന്താണെന്നറിയില്ല, ഫസ്റ്റ് ഡേ യൂസ് ചെയ്തു റെഡ്നെസ് വന്നു, സെക്കൻഡ് ഡേ യൂസ് ചെയ്തു അന്നേരം റെഡ്നെസ് ചെറുതായിട്ട് എൻ്റെ ഈ രണ്ട് സൈഡ് കുറച്ച് റെഡ് ആയി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മേ ബി എൻ്റെത് ഇങ്ങനെയൊരു സ്കിൻ ആയതുകൊണ്ടായിരിക്കാം. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും പറയണേ, നിങ്ങൾക്ക് എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത്. പിന്നെ ഇതിന്റെ ക്ലെയിംസ് വരുന്നത് 3x ടാൻ റിഡക്ഷൻ, സ്കിൻ ബ്രൈറ്റ്നസ്, ഇതൊക്കെയാണ് പറയുന്നത്. സ്കിന്ന് ബ്രൈറ്റ് ആയ പോലും എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, ചെറുതായിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും എന്നുള്ളത്, പക്ഷെ അല്ല. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് മനസ്സിലാവും ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ്. പക്ഷെ സ്വെറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റ് ഇങ്ങനെ വരുന്നു അങ്ങനെയല്ല, നല്ല ചെറിയ നേരിയതായിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഇപ്പം കുറച്ചുകൂടി ഡാർക്ക് സ്കിൻ ടോണിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് എടുത്ത് കാണുമോ എന്നുള്ളത് എനിക്ക് അത്രയ്ക്കും പറയാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ 360 ബ്ലോക്ക് സൺസ്ക്രീൻ ജെല്ലാണ്. ആക്ച്വലി ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതല്ല, അമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന കണ്ടതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷെ എനിക്ക് അത്രയും കണ്ടും പറ്റിയില്ല. പക്ഷെ ഇത് ആക്ച്വലി നല്ല സൺസ്ക്രീൻ ആണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് വർക്ക് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഇങ്ങനെ പിഗ്മെന്റേഷൻ, ഇങ്ങനെ മെലാസ്മ പോലുള്ള കാര്യങ്ങളുണ്ട്, ഈ കരിമംഗലം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ്, നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരും. പിന്നെ ഇതിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വേവ് ലെങ്ത് 376 PA+++, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, നോൺ ഓയിലി ആണ്, നോൺ ഗ്രീസി ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, മാറ്റ് ഫീൽ ആണ്. ഇതിൽ ക്ലെയിം ചെയ്ത സംഭവം എല്ലാം തന്നെ ഇതിലുണ്ട്. സോ ആക്ച്വലി നല്ല സൺസ്ക്രീൻ ആണ് ശരിക്ക്. പക്ഷെ എൻ്റെ സ്കിന്നിന് പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സ്കിന്നിന് കുറച്ചൊരു എന്താ പറയുക, ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി എൻ്റെ അമ്മക്കും അനീതിക്കൊക്കെ നല്ല രീതിക്ക് വർക്കായ സൺസ്ക്രീൻ ആണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, നല്ല സൺസ്ക്രീൻ ആണ് ഇത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിന്റെ ഡ്രോബാക്ക് എന്നല്ല, പക്ഷെ ഇത് കുറച്ച് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. ഇതിന്റെ ഒരു 900 സംതിങ് വരുന്നുണ്ട്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 900 ആയിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഓൺലൈൻ ആയിട്ടല്ല വാങ്ങിച്ചത്, ഓഫ്ലൈൻ ആയിട്ടായിരുന്നു വാങ്ങിച്ചത്. സോ നിങ്ങൾക്ക് ഓൺലൈനിൽ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ വാങ്ങിച്ചോളൂ, നല്ല പ്രൊഡക്റ്റ് ആണ്. ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്ത സൺസ്ക്രീൻ ഡോക്ടർ ഷെത്തിന്റെ ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ്, SPF 50 ആൻഡ് PA++ വരുന്നത്. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ ഉണ്ടല്ലോ 360 ബ്ലോക്ക്, അപ്പൊ അത് കുറച്ച് പ്രൈസി ആയതുകൊണ്ട് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ നോക്കിയിട്ടായിരുന്നു ഞാൻ ഇത് വാങ്ങിയത്. ഇത് എൻ്റെ അമ്മ യൂസ് ചെയ്ത സമയത്ത് തന്നെ ഞാനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് ശരിക്കും ഉണ്ടായിട്ടില്ല. സാധാ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് യൂസ് ചെയ്ത സമയത്തൊന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ ക്ലെയിംസ് പറയുന്നത് ഹൈഡ്രേറ്റിംഗ് ആണ്, ബ്രൈറ്റനിങ് ആണ്, നോ വൈറ്റ് കാസ്റ്റ് ആണ്. ശരിയാണ്. പിന്നെ ഹൈഡ്രേറ്റിംഗ് ആണ്. എൻ്റെ അമ്മയുടെ ഒരു ഡ്രൈ സ്കിൻ ആണ്, പക്ഷെ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഒട്ടും തന്നെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നില്ല. ബ്രൈറ്റനിങ് ആയിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ചെയ്യുന്ന ഒരു വലിയൊരു പീരീഡിലേക്ക് ചെയ്യുന്ന സമയത്ത്, യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുമായിരിക്കും. ഞാൻ അങ്ങനെ ഒരു വലിയൊരു പീരീഡിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ശരിക്കും. പിന്നെ നോ വൈറ്റ് കാസ്റ്റ്, ശരിയാണ്, വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെയില്ല. നല്ലൊരു ജെൽ, ഒരു മാറ്റ് ഫിനിഷ് ആണ് തരുന്നതും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ ആണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഹൈലി എഫക്റ്റീവ് യെറ്റ് ജെന്റിൽ എന്നുള്ളൊരു സൺസ്ക്രീന്. അപ്പൊ ഇത് ലൈറ്റ് വെയിറ്റ് ജെൽ സൺസ്ക്രീൻ ആണ്, ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, SPF 55 ഉണ്ട്. ഇപ്പൊ ഇതും എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഷെത്തൂല്ല, എനിക്ക് ഇതിന്റെ രണ്ടിന്റെ പാക്കേജിങ് കാണുമ്പോൾ ഏകദേശം ഒരുപോലെ വരും, എസ്പെഷ്യലി ബോട്ടിലിൻ്റെത്. അപ്പൊ ഇത് എനിക്ക് പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യം പറയണ്ടേ. എനിക്ക് ആക്ച്വലി ഇത് അത്ര കണ്ടും പറ്റിയില്ല. പക്ഷെ ഡോക്ടർ ഷെത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, ഈ പ്രൊഡക്റ്റ് പറ്റിയില്ല. ഏകദേശം അതിന്റെ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോഴുള്ള ഫിനിഷും ഫീലൊക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു. പക്ഷെ എന്തോ എനിക്കിതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് എനിക്ക് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര കണ്ടും പറ്റിയിട്ടില്ല. പിന്നെ ഇതിന് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, സ്കിന്ന് ഡ്രൈ ആക്കിയില്ല, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതാണ്. ബാക്കിയുള്ള സ്കിൻ ടൈപ്പിനൊക്കെ ഇത് പറ്റിയിട്ടുണ്ട്. ഓയിലി സ്കിന്നുള്ള എൻ്റെ അനീതിക്ക് പറ്റിയിട്ടുണ്ട്, ഡ്രൈ സ്കിന്നുള്ള എൻ്റെ അമ്മക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് എന്തോ എൻ്റെ സ്കിൻ അത്രയ്ക്ക് കണ്ട് സ്യൂട്ടായില്ല. പക്ഷെ നല്ല സൺസ്ക്രീൻ ആട്ടോ. ഞാൻ എൻ്റെ ബാക്കി എൻ്റെ ഫേസ് ഒഴിച്ച് നെക്കിനും ഇയറിനും കൈക്കും ഇങ്ങനെ എവിടെയൊക്കെയാണ് എക്സ്പോസ്ഡ് ആവുന്നത് അവിടെയൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. നല്ല സൺസ്ക്രീൻ ആണ്. ഇപ്പം ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് ഈ ഒലേ സോഫ്റ്റ് ലൈറ്റിന്റെ സൺസ്ക്രീൻ. ഞാൻ ഇതിന്റെയും ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊരു ഫേസ് മോയ്സ്ചറൈസിങ് ജെല്ലും കൂടിയാണ്. ഇത് 2-in-1 വരുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം, സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സൺസ്ക്രീൻ ഇപ്പോൾ മോയ്സ്ചറൈസറിൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ചെറിയ SPF എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, SPF 50 വരുന്നുണ്ട്, PA++++, 4 പ്ലസും വരുന്നുണ്ട്.
ഇത് ഞാൻ യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആയ പ്ലം ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇത് യൂസ് ചെയ്യാൻ മെയിൻ കാരണം, എനിക്ക് റീസെൻ്റ്ലി എന്താണെന്നറിയില്ല കുറച്ച് ആക്നീസ് ഒക്കെ കുറച്ച് അധികമായിട്ട് വന്നു. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്ന സൺസ്ക്രീൻ ആണിത്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആക്നീസിൽ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് ആക്നീസ് ഒരുപാട് വരുന്നില്ല. മുന്നേ എന്താ പറയുക ഫേസ് ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ആയിട്ട്. ഇപ്പം കുറച്ച് കുറവുണ്ട്. ചിലപ്പം ഈ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ചില നേരത്ത് എൻ്റെ പ്ലമ്മും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലെയിംസ് ഞാനൊന്ന് പറയാം. ഇത് പറയുന്നത് ഹൈഡ്രേറ്റ്സ്, റിപ്പയർസ്, പ്രൊട്ടക്ട്സ് അവർ സ്കിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ കോംഡോജനിക് ആണ്, ഓയിൽ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും സത്യം തന്നെയാണ്. ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇത് മോയ്സ്ചറൈസിങ് ജെല്ലും കൂടിയാണല്ലോ. ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ കോംഡോജനിക് ആണ്, നമ്മുടെ ഫേസിന്റെ പോഴ്സിനൊന്നും ക്ലോഗ് ചെയ്യില്ല. പിന്നെ ഓയിൽ ഫ്രീ ആണ്. ഇത് ഓയിൽ സ്കിൻ, ഓയിലി, ആക്നെ പ്രോൺ, പിന്നെ സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ യൂസ് ചെയ്യേണ്ട സൺസ്ക്രീൻ ആണ്. അപ്പൊ എനിക്ക് നല്ല രീതിക്ക് ഇത് വർക്ക് ആയിട്ടുണ്ട്. സോ ഓവറോൾ നല്ല സൺസ്ക്രീൻ ആണ് എനിക്കിപ്പോൾ ഇത്. അപ്പൊ ഇത്രയും സൺസ്ക്രീൻ ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. ബാക്കിയുള്ള സൺസ്ക്രീൻ ഒക്കെ ഞാൻ മുന്നേ യൂസ് ചെയ്തതും ഇതിന്റെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്തതുമാണ്. ഇതിന്റെ ഒക്കെ റിവ്യൂസ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി എന്തായാലും കമന്റിൽ ഷെയർ ചെയ്യാം. ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അല്ലേ? സോ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലവ് യു ഓൾ, ബൈ.